നമസ്കാരം. ട്രംപ് പ്രകോപിതനാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തിനാണ് പ്രകോപിതനായത്? ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തി. ട്രംപിൻ്റെ മുന്നിലേക്ക് ഒരു സംഭവം എത്തി. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒടുവിൽ ഇറാൻ മുന്നോട്ട് വെച്ച 3 നിർദ്ദേശങ്ങൾക്ക് മുന്നിലാണ് ട്രംപ് ഇരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിലും ഇങ്ങോട്ട് ബാധി വെച്ച ഇറാൻ്റെ നിലപാടിൽ അദ്ദേഹം പ്രകോപിതനാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ സഹായം അഭ്യർത്ഥിച്ച് തൻ്റെ അടുത്തേക്കെത്തി എന്ന പരിഹാസം അദ്ദേഹം ഉന്നയിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണത്രേ. ഈ സാഹചര്യത്തിൽ 2ാം ഘട്ട ചർച്ചകളുടെ തുടർച്ച അനിശ്ചിതത്വത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക ഒരു ഭാഗത്തുണ്ട്. മറിച്ച് ഹോർമുസ് ഉണ്ടാക്കിയ പ്രതിസന്ധി ഇറാനെയും അമേരിക്കയെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിലുണ്ടായ പ്രതിസന്ധി 2000-ഓളം കപ്പലുകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ആ പ്രതിസന്ധി അമേരിക്കയ്ക്ക് മേലൊരു സമ്മർദ്ദമാണ്. ഇറാനെ സംബന്ധിച്ചും ഹോർമുസിൽ അവർക്കുണ്ടായിരുന്ന ആധിപത്യത്തിന് മേൽ അമേരിക്ക ഈ നാവിക വ്യോമ ഉപരോധം ഏർപ്പെടുത്തി, ഇറാൻ്റെ തുറമുഖങ്ങളിലൊക്കെ ഉപരോധം ഏർപ്പെടുത്തി. പ്രത്യക്ഷ യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി സമ്മർദ്ദ യുദ്ധത്തിലേക്ക് അമേരിക്ക കടന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയിലേക്ക് അവരെ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാഹചര്യം പ്രധാനമാണ്. ആ തരത്തിലുള്ള സാഹചര്യങ്ങളുടെ തുടർച്ചയായി സമാധാന ചർച്ച വളരെ പോസിറ്റീവായ നിലയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടുകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇറാൻ യുദ്ധത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യത്തിൽ ഇറാൻ ആഭ്യന്തര പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് എന്നും അവിടുത്തെ സാഹചര്യങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്നും അവർ എന്നോട് സഹായം അഭ്യർത്ഥിച്ചു എന്ന അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതാണ് ഒടുവിലത്തെ ഡെവലപ്മെൻറ്റ്. ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ ഈ കാര്യം വിശദമായി കുറിച്ചു. ആ കുറിപ്പിൽ നിറയെ ഇറാനോടുള്ള കലിപ്പുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ച 3 നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കിടപ്പുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറാൻ വലിയ തകർച്ചയെ നേരിടുകയാണ്, കടുത്ത നേതൃത്വ പ്രതിസന്ധിയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് എത്രയും വേഗം തുറന്നു നൽകണം എന്നാണ് ഇറാൻ്റെ ആവശ്യം. ഇറാൻ്റെ തുറമുഖങ്ങൾക്ക് എതിരെയുള്ള അമേരിക്കയുടെ ഉപരോധം പിൻവലിക്കണം എന്നും പകരമായി ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകാം എന്നും ഒരു താൽക്കാലിക കരാറിന് തയ്യാറാണ് എന്നുമുള്ള ഇറാൻ്റെ നിർദ്ദേശം US-ന് ലഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ പ്രതികരണം. ഹോർമുസിൽ അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാൻ ഹോർമുസ് അടക്കുകയും ചെയ്തതോടെ 2000-ഓളം കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. ലോകത്തെ ആകെ ബാധിച്ചു കഴിഞ്ഞു ഈ പ്രതിസന്ധി. US-നും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആക്രമണം നടത്തുന്നില്ല എന്ന ആനുകൂല്യമാണ് അന്താരാഷ്ട്ര രംഗത്ത് US-ന് ഇപ്പോൾ ലഭിക്കുന്നത്. ഇറാൻ വച്ച നിർദ്ദേശങ്ങൾ ട്രംപിന് സ്വീകാര്യമല്ല എന്ന വ്യക്തവുമാണ്. ഇറാൻ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടതും ഈ പശ്ചാത്തലത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കണം. എന്നാൽ ഇറാൻ്റെ നിലപാട് ഉറച്ചതാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മറ്റു രാജ്യങ്ങൾ എന്തു ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ അമേരിക്കയ്ക്കിനെ സാധിക്കില്ല എന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് റെസ തലായിനിക്ക് പറഞ്ഞതാണ് ഒടുവിലത്തെ പ്രതികരണം. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് US-ന്റെ പുതിയ നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ഇറാൻ്റെ പ്രതികരണം. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായി സംസാരിക്കുമ്പോഴാണ് റസയുടെ നിലപാട് പ്രഖ്യാപനം. സ്വതന്ത്ര രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് SCOയിലെ അംഗരാജ്യങ്ങളുമായി പ്രതിരോധ സൈനിക ശേഷി പങ്കിടാൻ ഇറാൻ തയ്യാറാണ്. നിയമവിരുദ്ധവും യുക്തിരഹിതവുമായ ആവശ്യങ്ങളിൽ നിന്ന് US പിന്മാറണമെന്നും യുദ്ധ കാരണങ്ങളുടെയും ഇറാൻ്റെ 3 നിർദ്ദേശങ്ങളുടെയും പശ്ചാത്തലത്തിൽ റേസ് ആവശ്യപ്പെട്ടു. ഇറാൻ്റെ 3 നിർദ്ദേശം ഉപരോധങ്ങൾ പിൻവലിച്ച് ഹോർമുസ് ഇടനാഴി തുറക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട ചർച്ച പിന്നീടത്തേക്ക് നീട്ടിവെക്കുക എന്നിവയാണ്. ഇക്കാര്യത്തിൽ ഇറാന് വ്യക്തമായ നിലപാടുണ്ട്. ഇറാന് നേരെയുണ്ടായ ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം ഹോർമുസ് ഇടനാഴി അടക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ച് അത് തുടരുകയാണ്. ഇപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരവസ്ഥയുണ്ടായത് അമേരിക്കയുടെ ഉപരോധം കൂടി കടന്നു വന്നു എന്നുള്ളതാണ്. യുദ്ധ കാരണം ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാരണമാണ് എങ്കിലും ഹോർമുസ് പ്രതിസന്ധി യുദ്ധത്തിനിടയിൽ രൂപപ്പെട്ടതാണ്. ഇറാൻ്റെ കനപ്പെട്ട ആയുധമായി ഹോർമുസ് മാറുകയായിരുന്നു. US ഇതോടെ പ്രതിരോധത്തിലായി. മാത്രമല്ല, ഹോർമുസ് അടച്ചത് ലോകരാജ്യങ്ങളെ ആകെ പ്രതിസന്ധിയിലാക്കി. ഹോർമുസിലൂടെ ഫീസ് ഈടാക്കിക്കൊണ്ട് കപ്പലുകൾ കടത്തിവിടാനുള്ള നിയമം വരെ ഇറാൻ പാസാക്കി. സമാധാന ചർച്ചകളിൽ ഇറാന് മേൽക്കൈ കിട്ടാൻ ഹോർമുസ് പ്രതിസന്ധി സഹായിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിൻ്റെ ഭാഗമല്ലാതെ തന്നെ ഹോർമുസ് തുറക്കാമെന്നാണ് ഇറാൻ്റെ നിലപാട്. US-നെ പാകിസ്ഥാൻ വഴി ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇറാന് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കുകയും വേണം. ഹോർമുസ് ഒടുവിൽ ഒറ്റ ദിവസം തുറന്നു കൊടുക്കുകയും ചർച്ച 2ാം ഘട്ടത്തിലേക്ക് കടക്കും എന്ന ഘട്ടത്തിൽ തുറന്നു കൊടുക്കുകയും ചെയ്ത ഇറാൻ്റെ നിലപാട് നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഇസ്രായേൽ ഇടപെട്ട് അത് അലമ്പാക്കിയത്. US അവിടെ ഒടുവിൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതോടെയാണ് പ്രശ്നം കൂടുതൽ വഷളായത്. എന്നാൽ ഈ ഇറാൻ ഒടുവിൽ 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശം ട്രംപ് അംഗീകരിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ആണവ പദ്ധതി ഇറാൻ പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്നതാണ്
എന്നതാണ് ട്രംപിൻ്റെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒറ്റമൂലി. ഹോർമുസിന് മേൽ സമ്പൂർണ്ണ നിയന്ത്രണം എന്ന ഇറാൻ്റെ നിലപാട് ട്രംപ് അംഗീകരിക്കുന്നു ഇല്ല. ഏപ്രിൽ 11, 12 തീയതികളിൽ നടന്ന ആദ്യ സമാധാന ചർച്ച പരാജയപ്പെടാൻ കാരണം ട്രംപിൻ്റെ ഈ നിലപാടായിരുന്നു. എന്നാൽ ഇറാൻ പിന്നീടും അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്നതാണ് 3 നിർദ്ദേശങ്ങളോടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. ആണവ പദ്ധതി ആണവായുധം ഉണ്ടാക്കൽ അല്ലെന്നും ഇറാൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ് എന്നുമുള്ള നിലപാട് ഇറാൻ നിരന്തരം ആവർത്തിക്കുന്നും ഉണ്ട്. എന്നാൽ ഹോർമൂസിൽ ഏർപ്പെടുത്തിയ US-ൻ്റെ ഉപരോധമടക്കമുള്ള നടപടികൾ ഇറാനെ കാര്യമായി പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടും ഉണ്ട്. ഈ യുദ്ധത്തിൻ്റെ ഘട്ടങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം ഇറാൻ ഇപ്പോൾ ഒരു കുഴപ്പത്തിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെയും നിഗമനം. ഇത്രയും നാൾ US-ൻ്റെ ആകെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾ മാത്രമാണ് തടഞ്ഞിരുന്നത്. അവിടെയാണ് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം ഉപരോധത്തിലേക്ക് കടന്നത്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് അടക്കം ഉപരോധം വ്യാപിപ്പിച്ചു. ഇതോടെ ലോകരാജ്യങ്ങളെ ആകെ ബാധിച്ചു. ഇറാനും പ്രതിസന്ധി ഉണ്ടായി. ആകെ പാചകവാതക പ്രതിസന്ധികൾ ലോകത്തിൻ്റെ അടുക്കളകളിലേക്കെത്തി. അതിൻ്റെ തുടർച്ചയായി കേരളത്തിലടക്കം വൈദ്യുതി പ്രതിസന്ധി അപ്രതീക്ഷിതമായി വന്നു. പാചകവാതകം ഉപയോഗിച്ചുള്ള പാചകത്തിൽ നിന്ന് ആളുകൾ പിന്മാറുന്നതും ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് മറ്റ് വൈദ്യുതി ഉപയോഗിച്ചുള്ള കുക്കിങ്ങിലേക്ക് ആളുകൾ മാറുന്നു എന്നുള്ളതും ഉത്തരേന്ത്യയിലൊക്കെ 5-8 മണിക്കൂർ പവർ കട്ടിലേക്ക് കടക്കുന്ന സാഹചര്യം ഇത് ലോകത്തെ ആകെ ബാധിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഈ യുദ്ധത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രതിസന്ധിയാണ്. അത്തരം കപ്പലുകൾ അവിടെ കെട്ടിക്കിടക്കുന്നത് കാരണം ലോകത്തിലേക്ക് ആകെ പോകേണ്ട ഇന്ധനങ്ങളാണ് അവിടെ കപ്പലിൽ അനിശ്ചിതത്വത്തിലായി കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇതൊക്കെ ഒരു സമ്മർദ്ദമായി മാറി. ഇത് ഇറാനിലേക്കും ഇറാൻ്റെ യുദ്ധത്തിലുള്ള നിലപാടിനെ മേൽ സമ്മർദ്ദമായി പതിക്കുകയും ചെയ്തു. ഇതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് ഇറാൻ ഉപാധികളോടെ ഹോർമൂസ് തുറക്കാൻ തയ്യാറാണ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. US ഉപരോധം പിൻവലിക്കുക, ഇറാൻ ഹോർമൂസ് തുറക്കുക എന്ന്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ സഹായം അഭ്യർത്ഥിച്ചു എന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തിയത്. ഈ 3 നിർദ്ദേശങ്ങൾ തൻ്റെ മുമ്പിലേക്ക് വന്നത് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും കൂടി വ്യക്തമായത്. റിപ്പോർട്ടുകൾ അത്തരത്തിലാണ്. മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിക്കണം. ഇറാൻ ഇങ്ങനെ പോയാൽ പറ്റില്ല, വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള ആഹ്വാനം അദ്ദേഹം നടത്തി. ഇതേസമയം പതിവ് പോലെ ട്രംപിൻ്റെ ഇമാതിരി പല രീതിയിലുള്ള സമീപനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണോ, ബഡായികളുടെ തുടർച്ചയായിട്ടുള്ളതാണോ ഇത് എന്നുള്ള സംശയവും ചിലർ ഉന്നയിക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സുവർണ അവസരമായി ട്രംപ് ഇറാൻ്റെ നിർദ്ദേശത്തെ എടുത്ത് തൻ്റെ വിജയമായി പ്രഖ്യാപിച്ച് സ്ഥിരമായ വെടിനിർത്തലിലേക്ക് കടക്കുമോ എന്ന് പ്രതീക്ഷിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട്. എങ്കിലും ഒരു വിജയം അവകാശപ്പെടാൻ വേണം എന്നതാണ് ട്രംപിൻ്റെ എപ്പോഴത്തെയും ആഗ്രഹം. അല്ലാതെ ഈ യുദ്ധം ട്രംപിനും US-നും മൊത്തത്തിൽ നഷ്ടക്കച്ചവടമാണ്. പതിവ് പോലെ വെല്ലുവിളിയും ഭീഷണിയുമായി യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച് കുരുക്കിലായതിൻ്റെ ദുരനുഭവത്തിൽ നിന്ന് തലയുരാനുള്ള പെടാപ്പാടിലാണ് ട്രംപ്. ഇനി അത് നെതന്യാഹുവും ഇസ്രായേലും ഒക്കെ കൊണ്ടുപോയി കുഴപ്പത്തിൽ ചാടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ഇതെല്ലാം US-ൻ്റെ തലയിലാണ്. ഇതിനിടയിൽ ഇറാൻ യുദ്ധത്തിലും അതിൻ്റെ തുടർച്ചയായിട്ടും ട്രംപ് എടുത്ത നിലപാടുകൾക്കെതിരെ ജർമ്മനി രംഗത്തെത്തി. അതിന് തിരിച്ചടിയായി ട്രംപ് നിലപാടും വ്യക്തമാക്കിയതോടെ 2 നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ശീതസമരം കൂടി കാണാൻ പോവുകയാണ്. ജർമ്മൻ ചാൻസലർ ഇറാൻ യുദ്ധത്തിൽ ട്രംപിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തി. ട്രംപ് ഇറാൻ്റെ ആണവായുധത്തിന് വേണ്ടിയാണോ നിലപാട് എന്ന പരോക്ഷ ചോദ്യവുമായി തിരിച്ചടിക്കുകയും ചെയ്തതോടെയാണ് ഈ സാഹചര്യം. നാറ്റോ രാജ്യങ്ങളെ യുദ്ധത്തിൽ അണിനിരത്താൻ നടത്തിയ നീക്കവും അതിൻ്റെ തുടർച്ചയായി പാശ്ചാത്യ രാജ്യങ്ങളോട് ട്രംപ് എടുത്ത പ്രതികാര നടപടികളും US-ഉമായുള്ള നാറ്റോയുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. നയതന്ത്രപരമായി പിഴവുകൾ മാത്രം വരുത്തി വെച്ചതാണ് ട്രംപിൻ്റെ നിലപാടുകൾ എന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് ആരോപിച്ചു. US-ൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത യുദ്ധം സ്വയം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മാറി. ഇറാൻ ഭരണകൂടം ട്രംപ് ഭരണകൂടത്തെ നയതന്ത്രപരമായി മറികടന്നുവെന്നും അമേരിക്കയ്ക്ക് വ്യക്തമായ ദിശാബോധം ഇല്ല എന്നും അദ്ദേഹം വിമർശിച്ചു. ജർമ്മനി ഒരു നാറ്റോ സഖ്യകക്ഷിയാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ തങ്ങളുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത സഖ്യകക്ഷികളോട് അമേരിക്കയ്ക്ക് അതൃപ്തിയാണ്. ഇസ്ലാമാബാദിൽ നടന്ന പരോക്ഷ ചർച്ചകൾ വഴിത്തിരിവില്ലാതെ അവസാനിച്ചതിനെ തുടർന്ന് ഇറാൻ നേതൃത്വം അമേരിക്കയെ അപമാനിക്കുകയാണിപ്പോൾ. എന്നാൽ അതിനെ മറികടക്കാവുന്ന നിലയിലല്ല നയതന്ത്രപരമായി അമേരിക്ക. വ്യക്തമായൊരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് അപകടകരമായ പിഴവാണ് എന്നും അദ്ദേഹം പറയുന്നു. ഇത്തരം സംഘർഷങ്ങളിൽ പ്രവേശിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി. അമേരിക്കയുടെ തന്ത്രങ്ങളെ ചോദ്യം ചെയ്ത അദ്ദേഹം ആഗോള രാഷ്ട്രീയത്തിലെ സ്തംഭനാവസ്ഥ ആശങ്കാജനകമാണ് എന്നും പറഞ്ഞു. എന്നാൽ ഇറാനെ അനുകൂലിക്കുകയും US-നെ എതിർക്കുകയും ചെയ്യുന്ന ഫ്രെഡറിക് മെഴ്സ് ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ട്രംപ് തിരിച്ചടിച്ചു. ലോകത്തെ മുഴുവൻ ബന്ദികളാക്കും
ആയിരുന്നു ഇറാൻ. അതിനെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധം ലോകത്തിന് വേണ്ടിയാണ് എന്നും താൻ അതിന് നേതൃത്വം കൊടുക്കുകയാണ് എന്നുമുള്ള പ്രചരണം നടത്താൻ തുടക്കം മുതൽ ട്രംപ് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളെ, നാറ്റോ രാജ്യങ്ങളെ ഒക്കെ യുദ്ധത്തിൽ അണിനിരക്കാൻ പല പേരിൽ ഹോർമൂസ് തുറക്കുന്നതിൻ്റെ പേരിൽ മറ്റ് പല രീതിയിൽ വ്യോമ താവളങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പേരിലൊക്കെ അദ്ദേഹം രംഗത്ത് വന്ന് ആഹ്വാനം ചെയ്തത്. എന്നാൽ അതിനാരും ചെവി കൊടുത്തില്ല. യുദ്ധത്തിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ട്രംപിനും US ഒപ്പം അണിനിരക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ചില രാജ്യങ്ങളൊക്കെ, ബ്രിട്ടനൊക്കെ അവിടുത്തെ വ്യോമപാതയിൽ തന്നെ വ്യോമ താവളത്തിൽ തന്നെ നിരോധനം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് മറ്റ് രാജ്യങ്ങൾ പോവുകയും ചെയ്തു. അതിനിടെ GCC രാജ്യങ്ങൾ ഇറാനെതിരെ രംഗത്തെത്തി. ഹോർമൂസ് അടച്ച നടപടി അപലപിച്ച് സൗദിയിൽ നടന്ന GCC രാജ്യങ്ങളുടെ യോഗത്തിൽ സംയുക്ത പ്രസ്താവന ഇറക്കി. കപ്പൽ ഗതാഗതം തടയുന്നതിനോടോ സുരക്ഷിത യാത്രയ്ക്കായി ഫീസ് ഈടാക്കുന്നതിനോടോ ഒപ്പം നിൽക്കാനാവില്ല, അത് നീതീകരിക്കാനാവില്ല എന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഖത്തർ, ബഹ്റൈൻ ഭരണാധികാരികളും കുവൈത്ത് കിരീടാവകാശിയും UAE വിദേശകാര്യമന്ത്രിയും പങ്കെടുത്തു. സുരക്ഷിത കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുമ്പുള്ള നിലയിലേക്ക് പുനഃസ്ഥാപിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു. ഒടുവിൽ ഇറാൻ ട്രംപിന് മുന്നിൽ വെച്ച 3 നിർദ്ദേശം ട്രംപിന് സ്വീകാര്യമായിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആ നിർദ്ദേശങ്ങളെ മുന്നിൽ വെച്ച് ഇറാൻ തന്നോട് സഹായം അഭ്യർത്ഥിച്ചു എന്ന് വ്യാഖ്യാനിച്ചത് ട്രംപിൻ്റെ പരിഹാസമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഹോർമൂസ് ഉപരോധം ഇത്ര രൂക്ഷമായിട്ടും ഉപാധികളോടെ തുറക്കാമെന്ന് പറഞ്ഞതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. എന്നാൽ ഇറാനെയും ഹോർമൂസ് അടച്ച സാഹചര്യം പ്രതിരോധത്തിലാക്കി എന്നത് വാസ്തവമാണ്. എന്നിട്ടും ട്രംപിന് വഴങ്ങാതെ ഹോർമൂസ് തുറക്കാൻ US ഉപരോധം പിൻവലിക്കണമെന്ന ഉപാധി ഉറച്ച നിലപാട് ഇറാൻ മുന്നോട്ട് വെച്ചു. എങ്കിലും സമാധാന ചർച്ചകളിലേക്ക് വഴി തുറക്കും മട്ടിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം വീണ്ടും ഇസ്ലാമാബാദിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 2ാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായുള്ള അണിയറ സംഭാഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് US മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.